നമസ്കാരം. ഒരു ഈസി ആയിട്ടുള്ള അയില റോസ്റ്റ്, നല്ല രുചികരമായ അയില റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/2 കിലോ അയിലയിലേക്ക് കുറച്ച് ചെറിയുള്ളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്ത് അത് വെള്ളത്തിലിട്ട് കുതിർത്തി അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് മീൻ കഷ്ണങ്ങൾ വൃത്തിയായി വെട്ടി എടുത്ത മീൻ കഷ്ണങ്ങളിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അത് ഒരു അരമണിക്കൂറോളം മാറ്റിവെക്കുക. മാരിനേറ്റ് ചെയ്ത ഈ മീൻ കഷ്ണങ്ങൾ തിളച്ച എണ്ണയിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഡീപ്പ് ഫ്രൈയോ ഷാലോ ഫ്രൈയോ ഒക്കെ ചെയ്ത് നന്നായിട്ട് 2 സൈഡും മുരിയിച്ചെടുക്കണം. ഈ മുരിഞ്ഞ മീൻ കഷ്ണങ്ങൾ അത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് സെയിം പാനിൽ തന്നെ അതിട്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ക്രഷ് ചെയ്തിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഉണ്ടല്ലോ, അത് കുറച്ച് കറിവേപ്പില കൂടി കൂട്ടി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് വാടി വരണം. വാടി അതിൻ്റെ ഒരു സ്പെഷ്യൽ സ്മെല്ല് വരും, നല്ല ഒരു അരോമ വരും. അതുവരെ അത് വാട്ടിയെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഫുള്ളായിട്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ, ബാക്കിയുള്ള മസാലപ്പൊടികൾ കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പകുതി മസാലകളും മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി വരുന്ന മസാലകൾ, അതായത് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് ഉപ്പ് നമ്മളുടെ നോക്കിയിട്ട് വേണം ഇടാൻ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം അരിച്ച് ഈ മസാലയിലേക്ക് ഒഴിക്കുക. നന്നായി കുറുകുന്നവരെ, നന്നായി പറ്റി വരുന്നവരെ ഈ മസാല മിക്സ്ചർ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോട്ട് ചെയ്ത് നല്ലൊരു തിക്ക് പരുവത്തിലാവുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അതിന് എല്ലാ പീസും ഒരുപോലെ നിരത്തി വെച്ചതിന് ശേഷം അത് മസാല എല്ലാം ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഫിഷിന്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ചട്ടവും കൊണ്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഈ മീൻ കഷ്ണങ്ങളിലൊക്കെ പൊതിഞ്ഞു വരും മസാലയെല്ലാം. എന്നിട്ടൊരു അടുപ്പ് ഉപയോഗിച്ചിട്ട് ഈ പാൻ അടച്ചു വെക്കുക. അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം വെക്കുക. അത്ര നേരം കൊണ്ട് ഈ മസാലയെല്ലാം ഈ മീനിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു മുകൾ ഭാഗം കുറച്ചൊരു വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒന്നുകൂടി ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ തന്നെ അതുപോലെ വെക്കുക. എന്നിട്ട് ഹോട്ടായിട്ട് തന്നെ ഒരു സെർവിങ് പാനിലേക്ക് മാറ്റി നമുക്ക് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഈസിയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.